നമസ്കാരം, ഞാൻ വിഷ്ണുദത്ത്. ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജുവലേഴ്സ് കൗമുദി ഹെഡ്ലൈൻസിലേക്ക് സ്വാഗതം. പവേർഡ് ബൈ ഫോർച്യൂൺ ഇൻഡസ്ട്രീസ്, പ്രസന്റഡ് ബൈ ബാബ ഈസി ഇംഗ്ലീഷ് ഇൻ അസോസിയേഷൻ വിത്ത് ഹൈ സ്ലീപ്പ് മാട്രസസ്. രാംനാഥിന് ബദലായി മീര. കോവിന്ദിനെ എതിരിടാൻ മീര കുമാർ. രാഷ്ട്രപതി തിരഞ്ഞെടുപ്പിൽ ലോക്സഭ മുൻ സ്പീക്കറെ പ്രതിപക്ഷ സ്ഥാനാർത്ഥിയാക്കാനുള്ള തീരുമാനം ഡൽഹിയിൽ സോണിയയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ. ദളിത് വിഭാഗക്കാരിയായ മീര കുമാറിനെ പിന്തുണച്ച് 17 കക്ഷികൾ. NDA സ്ഥാനാർത്ഥി രാംനാഥ് കോവിന്ദ് ബീഹാർ ഗവർണറായിരുന്നെങ്കിൽ മീര കുമാർ ബീഹാർ സ്വദേശി തന്നെ. മുൻ ഉപപ്രധാനമന്ത്രിയും ദളിത് നേതാവുമായിരുന്ന ജഗ്ജീവൻ റാമിന്റെ പുത്രി ലോക്സഭയുടെ പ്രഥമ വനിതാ സ്പീക്കറായി 2009 തിരഞ്ഞെടുക്കപ്പെട്ടത് എതിരാളികളില്ലാതെ. പാർലമെന്റ് അംഗമായിരുന്നത് 5 തവണ. പ്രതിപക്ഷ സ്ഥാനാർത്ഥിയായി തിരഞ്ഞെടുക്കപ്പെടാൻ മീര കുമാറിന് തുണയായത് ദളിത് സമുദായാംഗം എന്നതിനു പുറമെ വനിതാ നേതാവ് എന്നതും. BJPയുടെ ദളിത് കാർഡ് തന്ത്രത്തിന് ബദൽ സ്ഥാനാർത്ഥിയെ കണ്ടെത്താനായെങ്കിലും 62% വോട്ടുറപ്പിച്ച രാംനാഥ് കോവിന്ദിന്റെ ജയം സുനിശ്ചിതം. നടപടിയിൽ വിട്ടുവീഴ്ചയില്ലാതെ. കോഴിക്കോട്ടെ കർഷകാത്മഹത്യയിൽ വില്ലേജ് ഓഫീസറെയും അസിസ്റ്റന്റിനെയും സസ്പെൻഡ് ചെയ്ത സർക്കാർ. നടപടി മരിച്ച ജോയിയുടെ കരം സ്വീകരിക്കുന്നതിൽ കാലതാമസം വരുത്തിയതിന് ഉദ്യോഗസ്ഥർക്കെതിരെ വകുപ്പുതല അന്വേഷണത്തിന് ഉത്തരവിട്ട റവന്യൂ സെക്രട്ടറി. വീഴ്ച വരുത്തിയ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി സ്വീകരിക്കുമെന്നും വിശദീകരണം. കർഷക ആത്മഹത്യയുടെ പശ്ചാത്തലത്തിൽ കർശന നടപടിയുമായി റവന്യൂ വകുപ്പ്. ആവശ്യങ്ങൾക്ക് വില്ലേജ് ഓഫീസിൽ എത്തുന്നവരെ 2-ൽ കൂടുതൽ തവണ വരുത്തരുത്. നടപ്പാക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ രേഖാമൂലം അറിയിക്കണം. നികുതി അടയ്ക്കുന്ന കാര്യത്തിൽ കാലതാമസം വരുത്തുന്നത് ആവർത്തിക്കരുതെന്നും ലാൻഡ് റവന്യൂ കമ്മീഷണർക്ക് നിർദ്ദേശം നൽകി E. ചന്ദ്രശേഖരൻ. ജനങ്ങളുടെ ആവശ്യങ്ങൾക്ക് മുന്നിൽ മുഖം തിരിക്കുന്ന ഉദ്യോഗസ്ഥരെ സർക്കാർ സംരക്ഷിക്കില്ലെന്ന് മന്ത്രി M. മണി. ജോയിയുടെ ആത്മഹത്യയ്ക്ക് ഉത്തരവാദി റവന്യൂ ഉദ്യോഗസ്ഥരെന്ന് കുടുംബം. കൈവശ ഭൂമിക്ക് നികുതി സ്വീകരിക്കാൻ വില്ലേജ് അധികൃതർ തയ്യാറാകാത്തതിൽ മനംനൊന്ത് കർഷകൻ ആത്മഹത്യ ചെയ്തത് ഇന്നലെ. തച്ചങ്കരിയിൽ അതൃപ്തി. ടോമിൻ തച്ചങ്കരിയുടെ നിയമനത്തിൽ അതൃപ്തി അറിയിച്ച് ഹൈക്കോടതി. ആരോപണ വിധേയനായ ആളെ സുപ്രധാന പദവിയിൽ എന്തിനു നിയമിച്ചെന്ന് കോടതി. സത്യവാങ്മൂലം സമർപ്പിക്കാൻ വൈകുന്നത് സെൻകുമാർ വിരമിക്കാത്തതിനാലാണോ എന്നും ചോദ്യം. കേസ് ഈ മാസം 28-ന് വീണ്ടും പരിഗണിക്കും. അതിനിടെ പോലീസ് സേനയെ ദുരുപയോഗം ചെയ്യുന്ന ജനപ്രതിനിധികൾക്കെതിരെ രൂക്ഷ വിമർശനവുമായി ടോമിൻ തച്ചങ്കരി. പോലീസുകാർ ദാസ്യപ്പണിയെടുക്കേണ്ടവരല്ല. ജഡ്ജിമാരും ജനപ്രതിനിധികളും സ്വന്തം മണ്ഡലത്തിലേക്ക് പോകാൻ പോലും പോലീസുകാരെ അനാവശ്യമായി അകമ്പടിക്ക് വിളിക്കുന്നു. സ്വീകാര്യമല്ലാത്ത കാര്യങ്ങൾ തുറന്നു പറയാൻ പോലീസുകാർ തയ്യാറാകണമെന്നും ADGP. മർദ്ദനം വേണ്ടെന്ന് ജേക്കബ് തോമസ്. IMG ഡയറക്ടർ സ്ഥാനം ഏറ്റെടുത്തതിന് പിന്നാലെ പോലീസ് സേനയിൽ സമഗ്ര ശുദ്ധികലശത്തിനൊരുങ്ങി ജേക്കബ് തോമസ്. എല്ലാ വകുപ്പുകളിലും ഇടപെടുമെന്ന് മുന്നറിയിപ്പ്. ജനങ്ങളെ തല്ലിച്ചതയ്ക്കുന്ന പോലീസുകാർക്ക് തിരുത്താൻ പരിശീലനം നൽകും. റവന്യൂ വകുപ്പിലെ അഴിമതി തടയാൻ പഠനം നടത്തുമെന്നും ജേക്കബ് തോമസ്. പുതുവൈപ്പിലെ ജനകീയ സമരത്തെ നേരിട്ട പോലീസ് നടപടി തെറ്റെന്ന് ജേക്കബ് തോമസ്. സമരക്കാരെ മർദ്ദിച്ചത് ശരിയായില്ല. പോലീസ് ജനങ്ങളെ സഹോദരങ്ങളെ പോലെ കാണണമെന്നും വിശദീകരണം. പ്രതികരണം പോലീസ് നടപടി ന്യായീകരിച്ചുള്ള DGPയുടെയും പാർട്ടി സെക്രട്ടറിയുടെയും പ്രസ്താവനയ്ക്ക് തൊട്ടുപിന്നാലെ. ആക്രമണം തുടരുമ്പോൾ. അഫ്ഗാനിസ്ഥാനിൽ വീണ്ടും ചാവേർ ആക്രമണം. ലക്ഷർഗാഹിലെ ന്യൂ കാബൂർ ബാങ്കിന് സമീപമുണ്ടായ സ്ഫോടനത്തിൽ 20 പേർ കൊല്ലപ്പെട്ടു. 50-ലേറെ പേർക്ക് പരിക്ക്. പലരുടെയും നില ഗുരുതരമായതിനാൽ മരണസംഖ്യ ഉയരുമെന്ന് ആശുപത്രി അധികൃതർ. സ്ഫോടനത്തിന്റെ ഉത്തരവാദിത്തം ഇതുവരെ ആരും ഏറ്റെടുത്തിട്ടില്ല. ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജുവലേഴ്സ് കൗമുദി ഹെഡ്ലൈൻ സമാപിക്കുന്നു. പവേർഡ് ബൈ ഫോർച്യൂൺ ഇൻഡസ്ട്രീസ്, പ്രസന്റഡ് ബൈ ബാബ ഈസി ഇംഗ്ലീഷ് ഇൻ അസോസിയേഷൻ വിത്ത് ഹൈ സ്ലീപ്പ് മാട്രസസ്. അടുത്ത ഹെഡ്ലൈൻസ് 1 മണിക്കൂറിന് ശേഷം. നമസ്കാരം.